മിസ നാടകത്തിനെതിരായ സൈബർ വേട്ടയ്ക്ക് മറുപടി നൽകാൻ ഡിവൈഎഫ്ഐ. നാടകം നാളെ വീണ്ടും തൃശൂരിലെ പൊതുസമ്മേളന വേദിയിൽ അവതരിപ്പിക്കും. അധിക്ഷേപങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമെന്നും നാടകം എത്തേണ്ട ഇടങ്ങളിൽ എത്തിയെന്നും നടി ചിന്നു ചിലങ്ക പറഞ്ഞു. പരാതി ലഭിച്ചാൽ പാർട്ടി നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി PC വിശ്വനാഥ് വ്യക്തമാക്കി. രാജ്യം ഒറ്റ രാത്രി കൊണ്ട് ശ്വാസം മുട്ടി. ചോദ്യം ചോദിക്കുന്നത് കുറ്റമായി, കവിത എഴുതുന്നത് ഗൂഢാലോചനയായി, നാടകം അവതരിപ്പിക്കുന്നത് രാഷ്ട്രവിരുദ്ധതയായി. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രദർശനവേദിയിൽ അവതരിപ്പിച്ച മിസ എന്ന നാടകത്തിനെതിരെയാണ് സോഷ്യൽ മീഡിയയിലടക്കം കടുത്ത അധിക്ഷേപം ഉയർന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ ക്രൂരത നേരിട്ട സ്നേഹലത റെഡ്ഡിയുടെ ജീവിതം പറയുന്ന നാടകത്തിലെ ഒരു രംഗം മാത്രം തെറ്റായി പ്രചരിപ്പിച്ചായിരുന്നു അധിക്ഷേപം. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നാടകം അവതരിപ്പിച്ച ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റർ അറിയിച്ചു. ഞാനെന്ന വ്യക്തിയല്ല അവരുടെ പ്രശ്നം, ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ് അവരുടെ പ്രശ്നം. എൻ്റെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് എൻ്റെ ശബ്ദവും എൻ്റെ ശരീരവും തന്നെയാണ്. അതിനെ സദാചാര ബോധത്തോടെ കാണുന്നത് ചരിത്രബോധമില്ലായ്മയുടെ പ്രശ്നം മാത്രമാണ്. നാടകത്തിനെതിരായ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ ഇടതു നേതാക്കളും നാടക കലാകാരന്മാരും രംഗത്തെത്തി. നാടകത്തെ സമഗ്രതയിൽ ആസ്വദിക്കാൻ കഴിയാതെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് വിമർശനത്തിന് പിന്നിലെന്ന് നടൻ ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു. നാടക പ്രവർത്തകരെ പിന്തുണച്ച സാംസ്കാരിക മന്ത്രി PC വിശ്വനാഥ് പരാതി ലഭിച്ചാൽ പാർട്ടി നോക്കാതെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. അതിനെ ഏതെങ്കിലും രൂപത്തിൽ മോശമായി ചിത്രീകരിക്കുന്നതിനോട് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല, വ്യക്തിപരമായി ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ അത് ആ കലാകാരന്മാരോടൊപ്പമാണ് സർക്കാരുള്ളത്. നാടകം വിവാദമായ പശ്ചാത്തലത്തിൽ നാളെ വീണ്ടും അരങ്ങിലെത്തിക്കാനാണ് ഡിവൈഎഫ്ഐ തീരുമാനം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.